കളിപ്പാട്ടമാണു ഞാൻ. കാരണം ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടന്നാടുന്ന നേരത്ത് മേലെ ചന്ദ്രൻ കിടന്ന് അടിക്കളിക്കുന്നു. ആ ബനൂ സഅദ് ഗോത്രക്കാര് വന്നു നോക്കി, എന്തേ ചന്ദ്രൻ ഇങ്ങനെ അടിക്കളിക്കുന്നത് ഇവിടെ മേലെ? അപ്പോഴാണ് ശൈമാഇന്റെ കൈ മുസ്തഫായുടെ തൊട്ടിലാട്ടുകയാണ്. അന്ന് കുഞ്ഞിളം പൈതലാണ് മുഹമ്മദ് മുസ്തഫ. وَبِيَضَّ يُسْتَسْقَى الْغَمَامُ لِوَجْهِهِ ثِمَالُ الْيَتَامَى عِصْمَةٌ لِلْأَرَامِلِ. മുഖം കാണുമ്പോഴറിയാം മേഘത്തിന് പെയ്തിറങ്ങണമെന്ന്, അവിടുത്തെ മേനി കാണുമ്പോഴറിയാം സൂര്യന് ചൂട് തട്ടിക്കൂടാന്ന്. ഉടനെ മേഘം വന്ന് തണലിടുകയാണ്. കാണുമ്പോഴറിയാം ചന്ദ്രന് എന്നെ തോൽപ്പിക്കുന്ന പ്രകാശമാണ് ഹബീബിന്റെ മുഖത്തുള്ളതെന്ന്. അപ്പോഴല്ലേ ചന്ദ്രൻ പറഞ്ഞത്, മേ ഹുസൂർ കി ഖിലൗനാ ഹോ, ഞാൻ റസൂലുള്ളാഹിന്റെ കളിപ്പാട്ടമാണ്. അപ്പോൾ ബലൂൺ കളിപ്പാട്ടമായി ആടിക്കളിക്കണമെങ്കിൽ മേലെ കിടക്കണം. അങ്ങനെയാണ് ഞാൻ മേലെ വരുന്നത്. അപ്പോഴും എനിക്കൊരു നാണമുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ മേലെയല്ലേന്ന്. ഉടനെ ഞാൻ താഴേക്കിറങ്ങും. കല്ലുറുജൂനിൽ ഖദീം, ഒരു നാരുപോലെ നേർത്തുപോകുന്നത് ഹബീബിനോടുള്ള ആദരവാണ്. പ്രാപഞ്ചീകരണത്തിന്റെ ശകലങ്ങളാകമാനം പ്രണയം കൊണ്ട് ചുംബനം കൊടുത്ത അനുരാഗത്തിന്റെ രാജാവാണ് മദീനയിലെ നേതാവ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കൽബിൽ നിന്ന് പ്രഭവിക്കുന്ന പ്രണയമേ മദീനയിലേക്ക് സലാം. ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന അനുരാഗമേ മദീനയിലേക്ക് സലാം. കൽബിൽ നിന്ന് ജ്വലിക്കുന്ന പ്രണയത്തിന്റെ ചുംബനങ്ങളെ മദീനയിലേക്ക് സലാം. എന്റെ ജീവൻ ഫിദാ, എന്റെതെല്ലാം ഫിദാ, വറൂഹി ഫിദാ ലിറസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് ദണ്ഡം